പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരെ ദുർബലമായില്ലേ? പശ്ചിമ ബംഗാളിൽ പോലും തോറ്റു. ഇനിയിപ്പോൾ കേരളത്തിലും ത്രിപുരയിലും മാത്രമേ ഭരണത്തിലുള്ളൂ. മറ്റേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കാര്യം പറയണ്ട. അത് പാർട്ടി ഭിന്നിച്ചോണ്ടുണ്ടോ? പാർട്ടി ഭിന്നിച്ചുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പാർട്ടിയുടെ ഭിന്നിപ്പിന് ഇടയാക്കിയ കാരണങ്ങൾ ഇന്ന് വളരെ അപ്രസക്തമായില്ലേ? ആ കാര്യമില്ല. യഥാർത്ഥത്തിൽ അന്നേരം നേതാക്കൾ തമ്മിലുള്ള ഈഗോ തർക്കങ്ങളാണോ ഭിന്നിപ്പിന് വഴി തെളിച്ചത് എന്ന് പറയാൻ ഒക്കെയല്ല. ചില രാഷ്ട്രീയ വിശകലനങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. അത് അങ്ങ് ഈ പുസ്തകത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. 80% വരുന്ന ജനങ്ങളുടെ പ്രസ്ഥാനം ഭിന്നിപ്പിന് ശേഷം അവർക്ക് എന്ത് തിരിച്ചു നൽകിയെന്ന് നോക്കിയാൽ നിരാശയായിരിക്കും ഫലം. അത് യാഥാർത്ഥ്യമാണെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് അങ്ങനെ എഴുതാൻ തോന്നിയത്? അങ്ങനെ എഴുതിയിട്ടുണ്ടോ? അങ്ങനെ എഴുതിയിട്ടുണ്ട്. 80% വരുന്നവരുടെ പ്രസ്ഥാനം ഭിന്നിപ്പിന് ശേഷം ആ മനുഷ്യരാശിക്ക് എന്ത് സംഭാവന ചെയ്തു, നിരാശയായിരുന്നു ഫലം എന്നതാണ് യാഥാർത്ഥ്യം. അത് കേരളത്തിലെ ഇന്ത്യയിലല്ലോ, ഇന്ത്യയിലല്ലോ. ഇന്ത്യ 80% ജനങ്ങളുടെ കേരളത്തിലെ അതെന്ന് വെച്ചാൽ പിന്നീട് ഈ സ്പ്ലിറ്റിന് ശേഷം പിന്നീടുണ്ടായ സംഭവങ്ങളാണ്. നിരാശയാണോ ഫലമെന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്താൻ കാരണം എന്താണ്? അങ്ങനെ പക്ഷെ അത് ജനങ്ങളുടെ മനസ്സറിഞ്ഞുള്ളൊരു വിലയിരുത്തലാണ്, അതിന് സംശയമില്ല. അല്ല, ഇടക്കാലത്ത് കുറച്ച് പുറകോട്ട് പോയി. പക്ഷേ ഇപ്പോൾ ഒരു റിവൈവലുണ്ട്. ഈ BJPയുടെ ഈ ചാതുർവർണ്ണയത്തെയും അവരുടെ ഈ വർഗീയതയൊക്കെ വിമർശിക്കുമ്പോൾ കേരളത്തിലെ കാര്യം തന്നെ എടുത്താൽ, അല്ലെ ദേശീയ തലത്തിലെടുത്താൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്ത് ഒരു ദളിതൻ ഇതുവരെ വന്നിട്ടില്ല, ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. എന്താ കാരണം? അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്നുവെച്ചാൽ സംഭവങ്ങൾക്കനുസരിച്ച്, മാറ്റത്തിനനുസരിച്ച് നേതൃത്വം കൊടുക്കാൻ പറ്റിയ ആൾ വന്നില്ല എന്നുള്ളതാണ്. ഈ ന്യൂനപക്ഷത്തിൻ്റെ ഒരു ഇപ്പോൾ ഉത്തരേന്ത്യയിലും മറ്റും വളരെ പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളെ BJP ആകർഷിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഇതൊക്കെ തന്നെയല്ലേ? അല്ല, അതൊരു കാര്യമുണ്ട്. എനിക്ക് ഈ BJPയുടെ ഈ ആകർഷണ ദീർഘകാലം നിൽക്കും എന്നൊരു വിശ്വാസമില്ല. എന്നുവെച്ചാൽ അവരെന്തുമാണ് ആകെ ചെയ്യുന്നത്? ആൻറ്റി മുസ്ലിം, പിന്നെ ആൻറ്റി ദളിത്, പിന്നെ ഈ ചാതുറിൻ്റെ പ്രകാരം ബ്രാഹ്മണ ഫലം തന്നെ. അല്ല, ആൻറ്റി ദളിത് എന്ന് പറയുമ്പോഴും ഇപ്പോൾ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് രാംനാഥ് കോവിന്ദ് എന്നുള്ള ഒരു ദളിതനെ BJPയാണ് ആദ്യം സ്ഥാനാർത്ഥിയാക്കിയത്. എന്തുകൊണ്ട് അതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ ആലോചിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല? അല്ല, ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥി നിർത്താൻ വല്ല കാര്യമുണ്ട്? അല്ല, അങ്ങനെ ഒരു മത്സരിച്ച് ജയിക്കും എന്നുള്ളതല്ല, പ്രതീകാത്മകമായിട്ട് പോലും ഒരു ദളിതനെ നിർത്തണം, അവരെ നിർത്തുന്നതിന് മുമ്പേ നിർത്താൻ തോന്നിയില്ലല്ലോ. ഇല്ല, ഇപ്പം എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ ഒരു ദളിതനെ നിർത്തുന്നതുകൊണ്ട് ദളിതന്മാർക്ക് അനുകൂലമാണോന്നൊന്നുമില്ല. ഇപ്പം കേരളത്തിൽ ഈ ദളിതർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനങ്ങൾ ചെയ്ത്, പ്രത്യേകിച്ച് ഈ കുടിയേറ്റക്കാർക്ക് ഒഴിവുടമ ആവശ്യമില്ല, MNൻ്റെ ഹൗസിംഗ് സ്കീം, ഇങ്ങനെ പലതും. ദളിതനെ സഹായിക്കാൻ ദളിതൻ നേതൃത്വത്തിൽ വരണമെന്നില്ല, ഇല്ല. പക്ഷെ എങ്കിലും അവരെ മുന്നണിയിലേക്ക് കൊണ്ടുവരേണ്ടതല്ലേ? അതാണ് ആ ഒരു ഇന്ത്യൻ ദളിതനെയും അല്ല ഇന്ത്യയിലെ ദളിത് ജനങ്ങളുടെ ജീവിതാവസ്ഥയെയും ഗാന്ധിജിയെ വിലയിരുത്തുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പാളിച്ച പറ്റിയത്. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അത്ര ശക്തമല്ല, അതതിൻ്റെ കാര്യം. അതെന്താണ്? ഇന്ത്യ പോലൊരു ദരിദ്രർ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യത്ത് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തമായില്ല? അത് ഞാൻ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി ഇല്ല. ഇപ്പോൾ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിളർന്നപ്പോൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അന്ന് CPMനോടൊപ്പമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയത്. എന്തായിരുന്നു കാരണം? അല്ല, അന്ന് EMS AK ഗോപാലനും ഒക്കെ ഉണ്ടായിരുന്നു. എമ്മനെ പോലുള്ള വലിയ പ്രഗത്ഭ നേതാക്കൾ ഉണ്ടായിരുന്നു. AKG ഉണ്ടായിരുന്നോണ്ടാണ്. AKG, EMS എല്ലാവരും അവരുടെ ഒരു വ്യക്തിപ്രഭാവം അതിന് ഒരു ഘടകം. ഈ പിന്നീട് ഇപ്പോൾ താങ്കൾ അടുത്തിടയിൽ ഇപ്പോൾ ഈ ഹിന്ദു ഹിന്ദുത്വത്തെക്കുറിച്ചൊക്കെ പുസ്തകം എഴുതി. പണ്ട് പഠിക്കുന്ന കാലത്ത് സംസ്കൃതം പഠിച്ചിരുന്നു. ഇപ്പോഴത്തെ ഈ BJP മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വം എന്നത് വാദത്തെക്കുറിച്ച് എന്താണ്? അത് ഹിന്ദു ഒന്നുമല്ല, അത്
ബ്രാഹ്മണ മതമാണ്. അത് അവർ ശ്രീരാമക്ഷേത്രം പണിയണമെന്നല്ലേ പറയുന്നത്. ശ്രീരാമന് എങ്ങനെയാണെന്ന് എന്നിട്ട് ഭരണാധികാരിയാണ്. വാൽമീകി രാമായണത്തിലുണ്ട്. ഈ നാരദനോട് വാൽമീകി ചോദിക്കുന്നു, നമുക്ക് ഭാരതത്തിൽ ഏറ്റവും ശോഭന, ഏറ്റവും നല്ല മനുഷ്യനാരാണ്. അത് ഗുണവാനും സത്യസന്ധനും ധീരനും ഒക്കെ ആയിട്ടുള്ള. അപ്പോൾ നാരദൻ പറഞ്ഞ അങ്ങനെ ഒരാളുണ്ട്, അയോധ്യ വാഴുന്ന രാമൻ. എന്നിട്ട് രാമൻ്റെ ജീവചരിത്രമൊക്കെ പറയുന്നു. ഒടുക്കം രാമൻ്റെ ഭരണം പറയുന്നു. ചാതുർവർണ്ണ്യം ച ലോകേസ്മിൻ സ്വേ കർമ്മേ നിയോക്ഷിരി. ചാതുർവർണ്ണ്യമനുസരിച്ച് ഓരോരുത്തർക്കും കർമ്മങ്ങൾ നല്ല ഭംഗിയായിട്ട് നടപ്പിലാക്കി. അപ്പം ചാതുർവർണ്ണ്യത്തിൻ്റെ ഏറ്റവും നല്ലോണം നടപ്പിലാക്കിയ ആളുടെ ക്ഷേത്രം പണിയണമെന്ന് ബ്രാഹ്മണർക്ക് തോന്നുന്ന ഒരു കുറ്റമുണ്ട്. ആ ചാതുർവർണ്ണ വ്യവസ്ഥയാണ് ഇവർ പിന്തുടരുന്നത്. അത് ഈ ഹിന്ദുമത തകർത്തതാണ്. പക്ഷേ അതിൻ്റെ അതിൻ്റെ തിയററ്റിക്കൽ ബേസിസ് വേദങ്ങളും സ്മൃതികളുമാണ്. പക്ഷേ ഈ വേദങ്ങളെയും സ്മൃതികളെയും ഇപ്പം സ്വാമി വിവേകാനന്ദൻ ഹിന്ദുമതം നിർവചിച്ചിട്ടുണ്ട്. അത് ഈ വേദങ്ങളും സ്മൃതികളും ഇല്ല. അദ്ദേഹം ഒരു പിരമിഡ് പോലെ വരച്ച് ഇതിഹാസങ്ങൾ പുരാണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് മുകളിൻ്റെ അറ്റത്ത് ഉപനിഷത്തുകളാണ്. അപ്പോൾ ആ ഉപനിഷത്തുകളെ നിരാകരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അത് എതിർക്കാൻ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും ഈ വേദങ്ങളും സ്മൃതികളുടെയും കാര്യം, ഈ വേദങ്ങളും സ്മൃതികളെല്ലാം അർത്ഥശൂന്യമാണെന്ന് ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ. പക്ഷേ ഇതൊക്കെ വേണ്ട രീതിയിൽ തുറന്നു കാട്ടാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. അതിനെ മാറ്റി വയ്ക്കുകയല്ലേ. ഇതൊന്നും നമുക്ക് പറ്റിയതല്ല, ഇതൊന്നും വായിക്കേണ്ട കാര്യമില്ല, ഭഗവത്ഗീത പോലും വായിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ പുസ്തകത്തിലെല്ലാം ഉണ്ട്. എല്ലാം മായയാണെന്നാണ് വേദാന്തം പറയുന്നത്. വേദാന്തം മായയാണെന്നൊന്നും പറയുന്നില്ല. ജീവിതം നിരർത്ഥകമാണെന്നൊരു വാദമുണ്ട്. ഇല്ല, അതൊന്നും വേദാന്തത്തിലെ ഉപനിഷത്തുകളിലല്ല. ശരിയായ വ്യാഖ്യാനങ്ങളല്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യാഖ്യാനങ്ങളാണ്. ഉപനിഷത്തുകൾ പറയുന്നത് അതിൽ ഒരു കാര്യമുണ്ട്, സൃഷ്ടിയില്ല, സൃഷ്ടികർത്താവായ ഒരു ഈശ്വരനില്ല. ഉപനിഷത്തുകളനുസരിച്ച് ബ്രഹ്മമാണ്. ബ്രഹ്മത്തിൻ്റെ രണ്ട് ഭാവങ്ങളുണ്ട്. ഒന്ന് പരബ്രഹ്മം, വേറൊന്ന് അപരബ്രഹ്മം. അപരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ചലനാത്മകമാണ്. അപ്പോൾ ഈ പ്രപഞ്ചമാകെ ചലിച്ചുകൊണ്ടിരിക്കുക. ചെറിയതോതിലുണ്ട്, വലിയ തോതിലുണ്ട്. അങ്ങനെ ആ ചലനത്തിലുണ്ടാകുന്ന ഇതെല്ലാം നിലനിൽക്കുന്നു, അവസാനിക്കുന്നു. പക്ഷേ ഒന്നും ഇല്ലാതാകുന്നില്ല. രൂപഭേദങ്ങൾ വരുന്നേ ഉള്ളൂ. എല്ലാം തുടർന്നുകൊണ്ടേയിരിക്കും. അത് തുടർന്നുകൊണ്ടേയിരിക്കും. വെള്ളം ഐസായും ഐസ് വെള്ളമായും പിന്നെ നീരാവിയായി പോകുന്നില്ല. നാമധേയവുമൊക്കെ മാറിയിരിക്കും. അതിൽ ജീവിതം നിരർത്ഥകമാണെന്ന വാദത്തിന് അർത്ഥമില്ല. ഇല്ല, ജീവിതത്തിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് ഉപനിഷത്ത്. അതെന്ന് വെച്ചാൽ മനുഷ്യരെ എല്ലാം ഒന്നായിട്ട് കാണണം. അന്യൻ്റെ സുഖം നിൻ്റെ സുഖമായിട്ടും അന്യരുടെ ദുഃഖം നിൻ്റെ ദുഃഖമായിട്ടും കാണണം. അങ്ങനെ അതില്ലാതാവാൻ, അന്യരുടെ ദുഃഖം ഇല്ലാതാക്കാനായിട്ടുള്ള പരിശ്രമമാണ് നടത്തേണ്ടത്. ഒരർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അത് തന്നെയല്ലേ. അത് തന്നെ പറയുന്നത്. 57 നിന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായോ? അല്ല, കുറേ ആയി. കേരളത്തിലായി. കേരളത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭിന്നിച്ചില്ലായിരുന്നെങ്കിൽ വലിയ രീതിയിൽ പുരോഗതി ഉണ്ടാകുമായിരുന്നു. പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ള വിഷമം എവിടെയാണെന്ന് വെച്ചാൽ എതിരായിട്ട് വന്നല്ല ജാതി സംഘടനകളാണ്. കോൺഗ്രസും അതല്ലേ, കോൺഗ്രസ് എന്ന് പറയുന്നതല്ല ജാതി നല്ലൊരു അതിൽ വിമോചന സമരം നടത്തി. ഇപ്പോൾ കേരളത്തിലെ BJPക്ക് ഇപ്പം ഒരു നിയമസഭാംഗം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായി. BJP വളരുന്നുണ്ട് ഒരു പരിധി വരെ കേരളത്തിൽ. ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? തൽക്കാലം വല്ല വളർന്നു, ശാശ്വതമായ വളർച്ച ഉണ്ടാവില്ല. ഇല്ല, ഉണ്ടാവുമെന്ന് എനിക്കൊരു രക്ഷയില്ല. ഇപ്പോൾ ദേശീയ തലത്തിൽ
BJPയെ മറികടക്കുന്ന ഒരു പ്രസ്ഥാനം അല്ലെ കൂട്ടായ്മയോ അല്ലെ കോൺഗ്രസോ അധികാരത്തിൽ തിരിച്ചു വരുന്നൊരവസ്ഥ ഉണ്ടാവും? കോൺഗ്രസിൽ തന്നെ ഒന്നും വരാൻ ഒക്കെയില്ല. BJP തന്നെ എന്തുവാ 52-ലും 53-ലും ഒക്കെ 1-2 പാർലമെൻറ്റ് മെമ്പർമാരെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. അതെ, അന്ന് പ്രതിപക്ഷം കമ്മ്യൂണിസ്റ്റായിരുന്നു. AK ഗോപാലന പ്രതിപക്ഷ നേതാവ്. പക്ഷേ ഇന്ന് അവർ വന്നിരിക്കുന്നു. നാളെ അതുപോലെ ആരോട്ടും പോവും. അല്ല, അവരെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. അതുവെച്ചാൽ അതിലെ ഒരു പ്രധാന കാരണം കോൺഗ്രസിൻ്റെ കുഴപ്പമാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി ഇല്ലാതായി എന്നുള്ളതൊരു ഘടകമാണെങ്കിൽ ഒരു ഘടകമാണ്. പക്ഷേ ഈ ഡൽഹി പോലൊരു സ്ഥലത്ത് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് അധികാരം പിടിച്ചെടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയത് ആണ് അദ്ദേഹത്തിന് കഴിഞ്ഞത്. ഇതൊക്കെ നേതാക്കന്മാരുടെ പാളിച്ചകളല്ലേ എന്ന് പറയാനൊക്കെയല്ല. ഇത് ഒരു ആശയ സമരമല്ലേ. ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വേണ്ട തരത്തിൽ പ്രചരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അന്നേരം ഇത്രയും വർഷക്കാലം ഈ പാർട്ടികൾ എന്ത് ചെയ്യുമായിരുന്നു? കുറേ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പാർട്ടികളിലൊക്കെ പലപ്പോഴും ഗ്രൂപ്പുകൾ, അതിപ്പോൾ CPM-ലാണെങ്കിലും ഒരു പരിധിവരെ CPI-യിലായാലും വലിയ രീതിയിൽ ഈ പാർട്ടിയുടെ പ്രവർത്തനത്തെ പിന്നോട്ടടിക്കുന്നുണ്ട്. ഗ്രൂപ്പ് തിരിച്ച് പാർട്ടിക്കുള്ളിൽ ആൾക്കാർ നോക്കുക, ആ ഗ്രൂപ്പിൽപ്പെട്ടവനാണ് ഒതുക്കുക, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് ഒതുക്കുക. ഇത്തരം പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വന്നപ്പോൾ യഥാർത്ഥ പാർട്ടി പ്രവർത്തനം വളരെ ദുർബലമായി. അങ്ങനെയൊന്നുമില്ല. ഗ്രൂപ്പ് ഇല്ലെന്ന് പറയുന്നില്ല, ചിലത് കണ്ടേക്കും. പക്ഷെ അതൊന്നുമല്ല പാർട്ടിയുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിന്ന്. 1957 മുതൽ ഇപ്പോൾ 2017 വരെയുള്ള കാലയളവിൽ വന്ന ഏറ്റവും നല്ല മന്ത്രിസഭ ഏതാണ്? 57 മന്ത്രിസഭ കൊള്ളാം. പിന്നെ അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയാണ്. എന്താണ് എൻ്റെ അഭിപ്രായം. അതിന് ശേഷമുള്ള തരക്കേടില്ല അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, വളരെ മോശമായ മന്ത്രിസഭകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ മന്ത്രിസഭ ഉമ്മൻചാണ്ടിയുടെ ഈ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കൊക്കെ താങ്കളെ പോലുള്ളവർ വളരെ ലാളിത്യത്തിൻ്റെ പ്രതീകം കൂടിയായിരുന്നു, ഏത് പദവി വഹിച്ചാലും. പക്ഷേ ഇന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക്, അത് CPM ആണെങ്കിലും CPI ആണെങ്കിലും, ഭയങ്കര ധാർഷ്ട്യമാണെന്നും ജനങ്ങളുമായിട്ട് അടുക്കുന്നതിലൊക്കെ വളരെ വിമുഖതയുണ്ടെന്നും ഒക്കെ വിമർശനമുണ്ട്. അങ്ങനെയില്ല, അത് ഒരു വിമർശനം എന്നുള്ളതേ ഉള്ളൂ. ശരിയല്ല. സ്വന്തം ജീവിതത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു വ്യക്തി പറഞ്ഞാൽ സംഭവമായിരുന്നു. പല വേഷങ്ങളും കേട്ടിട്ടുണ്ടായിരുന്നു. അഭിഭാഷകനായിരുന്നു, അധ്യാപകനായിരുന്നു, പത്രാധിപരായിരുന്നു, സഹകാരിയായിരുന്നു, പിന്നെ മന്ത്രിയായി, ഇങ്ങനെ പല. പക്ഷെ എല്ലാ മേഖലകളിലും വിജയിച്ചു, പരാജയപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അല്ല, വിജയിച്ചു മാത്രമല്ല, വളരെ കേരളത്തിലെ ഈ 57 തൊട്ട് 2017 വരെ എടുക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല മന്ത്രിമാരിൽ ഒരാളാണെന്ന്. എന്തായിരുന്നു ഒരു ജീവിതത്തിൽ മുന്നോട്ട് വെച്ചൊരു ഫിലോസഫി എന്തായിരുന്നു? സാധാരണക്കാരൻ്റെ ജീവിതം മെച്ചപ്പെടുത്തണമെന്നുള്ളത് തന്നെ. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വളരെ നിരാശ തോന്നിയ വേളയുണ്ടോ? അങ്ങനെ അത് പിന്നെ അന്നാണ് വിഷമം തോന്നുന്നത്. അതൊരു ഷോക്കായിട്ട് തോന്നിയെന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നിക്കണം എന്നുള്ള വാദം പല ഘട്ടങ്ങളിലുണ്ടായെങ്കിലും CPM-ന് അതിന് വേണ്ടത്ര ശുഷ്കാന്തി ഇല്ലെന്ന് തോന്നുന്നു. അത് മാറുന്നതിൻ്റെ എൻ്റെ വിശ്വാസം. ഇതിൽ പാർട്ടി ഒന്നായിരുന്നപ്പം അജയ് ഘോഷ് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് മറ്റ് ലെഫ്റ്റ് മൂവ്മെൻറ്റ്സിനെയും കൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചു. അന്ന് അരുണാചൽ വിളിച്ച് സെൻട്രൽ കമ്മിറ്റി മെമ്പറാക്കി. RSPയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ളൊരു നേതൃത്വം കൂടെ വേണം. താങ്കളുടെ കുടുംബജീവിതത്തിൽ എപ്പോഴും സന്തത സഹചാരിയായിട്ട് ഭാര്യ ഉണ്ട്. ഉണ്ട്. ഒന്ന് അതിനെക്കുറിച്ചൊന്ന് പറയാം. അതെന്താണ്, ഇപ്പം ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നു. മക്കളൊക്കെ? മകൾ കൂടെ ഉണ്ട്. പിന്നെ മകൻ ഇവിടെ നിന്ന് BTech പാസ്സായി, USA പോയി MTech പാസ്സായി. അവിടെ ഇപ്പോൾ കാലിഫോർണിയയിൽ ജോലിയായിട്ടിരിക്കുക. ശരി. എല്ലാ രീതിയിലും സംതൃപ്തമായ ജീവിതമാണ്. അസംതൃപ്തി കാര്യമൊന്നുമില്ല. എല്ലാ ആശംസകളും.